സോ ഇന്നത്തെ സെക്ഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓരോ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ വരാൻ ചാൻസുകളുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കിയാൽ നമുക്ക് സ്ക്രീനിൽ എന്താണ് ലെറ്റ് 2025 അല്ലെ, ലെറ്റ് 2025 ആണ് വരുന്നത്. അപ്പൊ ലെറ്റ് 2025 നമുക്ക് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻസ് ആണ് വരുന്നത്. അതിൽ 4 സെക്ഷൻസ് ആണ് വരുന്നത്. 4 മൊഡ്യൂളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് സെക്ഷൻസിൽ നമുക്ക് മെയിൻ ആയിട്ട് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. ഇപ്പൊ എഞ്ചിൻ റിലേറ്റഡ് എന്താണ്, കാർനോട്ട് എഞ്ചിൻ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, അതേപോലെ എഞ്ചിന്റെ വർക്കിംഗ്, 2 സ്ട്രോക്ക് എന്താണ്, 4 സ്ട്രോക്ക് എന്താണ് സ്ട്രോക്കുകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതേപോലെ എന്താണ് കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം, എന്താണ് CRTI, എന്താണ് MPFI, അതേപോലെ ഹൈബ്രിഡ് എഞ്ചിൻസിന്റെ കൺസെപ്റ്റ് എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മെക്കാനിക്കൽ ഫസ്റ്റ് സെക്ഷൻസിൽ നിന്നായിരിക്കും. ഓക്കെ, സെക്കൻഡ് സെക്ഷനിൽ എന്താ നോക്കിയാൽ നമുക്ക് റെഫ്രിജറേഷൻ ആണ് പഠിക്കാനുള്ളത്. റെഫ്രിജറേഷനും അതേപോലെ എന്ത് വരുന്നുണ്ട്, നമുക്ക് റെഫ്രിജറേഷനും വരുന്നുണ്ട്, അതേപോലെ സൈക്കോമെട്രിക് ചാർട്ടുകളും വരുന്നുണ്ട്. റെഫ്രിജറേഷനും അതേപോലെ എന്ത് വരുന്നുണ്ട്, സൈക്കോമെട്രിക് ചാർട്ടുകളാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സൈക്കോമെട്രിക് ചാർട്ടിൽ നമുക്ക് എന്തൊക്കെയാണ്, ഹ്യൂമിഡിറ്റി എന്താണ്, കുറെ ടേംസുകൾ ഉണ്ടാകും, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാകും. അതേപോലെ COP റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ ചോദിക്കാറുണ്ട്, നമ്മുടെ റെഫ്രിജറേഷൻ ടോപ്പിക്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് ടോപ്പിക്സിൽ പഠിക്കാനുള്ളത്. തേർഡ് ടോപ്പിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ നോക്കിയേ, മൊഡ്യൂൾ അല്ലെ, മൊഡ്യൂൾ 3 നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ്, പമ്പുകളാണ് അല്ലെ. പമ്പുകളും പഠിക്കാനുണ്ട്. അതുപോലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പും ഉണ്ട്, അതേ സെൻട്രിഫ്യൂഗൽ പമ്പ്, ടർബൈൻസ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് വരുന്നത്. അതേപോലെ മൊഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, മൊഡ്യൂൾ 3 ഒരു ടോപ്പിക്കും കൂടി പഠിക്കാനുണ്ട്, അതാണ് ഗിയറും പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് കൂടി പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, നമ്മുടെ മാനുഫാക്ചറിംഗ് ടോപ്പിക്സ് ആണ് അല്ലെ. മാനുഫാക്ചറിംഗ്, കാസ്റ്റിംഗ് എന്താണ്, അതേപോലെ ഫോർജിങ് എന്താണ്, റോളിംഗ് എന്താണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു ടോപ്പിക്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് ദ കാർനോട്ട് എഞ്ചിൻ അല്ലെ. എഫിഷ്യൻസി ഓഫ് ദ കാർനോട്ട് എഞ്ചിൻ 2023 ലാസ്റ്റ് ഇയർ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ഇയർ 2023-24 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ എഫിഷ്യൻസി ഓഫ് ദ കാർനോട്ട് എഞ്ചിൻ വിത്ത് റിസർവോയർ ടെമ്പറേച്ചർ 100 degrees Celsius and -23 degrees Celsius will be ഓപ്ഷൻസ് 33, 67, 40 and 80% ആണ് വരുന്നത്. ഇപ്പൊ ഒരു എഞ്ചിന്റെ ലൈൻ ഡയഗ്രാം ആണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. എഞ്ചിന്റെ ലൈൻ ഡയഗ്രത്തിൽ നമുക്കറിയാം എന്താണ്, TH എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സോഴ്സ് ടെമ്പറേച്ചർ ആണ്. സോഴ്സ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചർ ആണ്. അത് എത്ര തന്നിട്ടുണ്ട്, 100 degrees Celsius നമുക്ക് തന്നിട്ടുണ്ട്. 100 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്യണം. കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്താൽ അത് എത്രയായി, +273 ആണ്. അപ്പൊ 373 ആണ് നമ്മൾ എന്ത് വരുന്നത്, നമ്മുടെ സോഴ്സ് ടെമ്പറേച്ചേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ TH വരുന്നത്. അത്രയും കെൽവിൻ. TL എന്ന് പറയുന്നത് എന്താ നോക്കിയേ, TL എന്ന് പറയുന്നത് എന്താണ്, ലോവർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സിങ് ടെമ്പറേച്ചർ ആണ്. -23 degrees Celsius ആണ്. -23 degrees Celsius +273 ചെയ്താൽ നമുക്ക് കിട്ടും 250 കെൽവിൻ എന്ന് കിട്ടും. നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 - TL/TH ആണ്. 1 - TL/TH ആണ് നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 1 - TL എന്ന് പറയുന്നത് എത്രയാണ്, 250 ഡിവൈഡഡ് ബൈ 373 ഇൻറ്റു 100. 100 എന്ന് പറയുമ്പോൾ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എത്ര, 33% എന്ന് കിട്ടും. അപ്പം ആൻസർ എന്ന് പറയുന്നത് 33% ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയർ 2023 ചോദിച്ചിട്ടുള്ളത്, കഴിഞ്ഞ കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത്ര കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് നോക്കിയാൽ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഡ്യുവൽ സൈക്കിൾ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ദ ഓട്ടോ സൈക്കിൾ ഫോർ ദ given compression ratio അല്ലെ. ഓട്ടോ സൈക്കിൾ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ദ ഡീസൽ സൈക്കിൾ ഫോർ എ ഗിവൺ കംപ്രഷൻ റേഷ്യോ. അതേപോലെ എന്താണ്, ഫോർ ദ ഗിവൺ കംപ്രഷൻ റേഷ്യോ ബോത്ത് ഓട്ടോ സൈക്കിൾ ഹാവ് സെയിം എഫിഷ്യൻസി. ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിൾ ഹാവ് സെയിം എഫിഷ്യൻസി. പിന്നെന്താണ്, നൺ ഓഫ് ദിസ്. അപ്പൊ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും ഡ്യുവൽ സൈക്കിളും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കൊരു ചാർട്ട് നമ്മൾ തിയറി പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫോർ ദ കംപ്രഷൻ റേഷ്യോ അല്ലെ. കമ്പാരിസൺസ് ഓഫ് സൈക്കിൾ, കംപ്രഷൻ റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ്.
ഫോർ ദ സെയിം ഗിവൺ കംപ്രഷൻ റേഷ്യോ ആണ് അല്ലെ. അപ്പൊ സെയിം കംപ്രഷൻ റേഷ്യോ എന്താ ഗിവൺ നോക്കിയേ. ഫോർ സെയിം കംപ്രഷൻ റേഷ്യോ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി എന്തിനായിരിക്കും? ഓട്ടോ സൈക്കിളിനാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി. ഡ്യുവൽ സൈക്കിളിന് എന്താണ് സെക്കൻഡ്. ഏറ്റവും കുറവ് എന്താണ്? ഡീസൽ സൈക്കിളിനാണ്. അപ്പോൾ എന്താണ്? ഫോർ സെയിം കംപ്രഷൻ റേഷ്യോ ഡ്യുവൽ സൈക്കിൾ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ഡീസൽ ആൻഡ് ഓട്ടോ സൈക്കിൾ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ഡ്യുവൽ സൈക്കിൾ. അപ്പൊ ഏതായിരിക്കും? ഡ്യുവൽ സൈക്കിൾ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ഓട്ടോ സൈക്കിൾ. ഓപ്ഷൻ എ എന്താണ്? തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഓട്ടോ സൈക്കിൾ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ഡീസൽ സൈക്കിൾ അല്ലെ. ഓട്ടോ സൈക്കിൾ എന്താണ്? മോർ എഫിഷ്യന്റ് ദാൻ ഡീസൽ സൈക്കിൾ ആണല്ലോ ഫോർ സെയിം ഗിവൺ കംപ്രഷൻ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത്, which of the following does not describe diesel cycle? ഡീസൽ സൈക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യാത്തത് എന്താണ്? അപ്പൊ ഡീസൽ സൈക്കിൾ എന്താണെന്ന് ആദ്യം നമുക്ക് അറിയണം. ഡീസൽ സൈക്കിളിന്റെ ലൈൻ ഡയഗ്രം, പി വി ഡയഗ്രം, ടി എസ് ഡയഗ്രം ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പി വി ഡയഗ്രം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? രണ്ട് ഐസെൻട്രോപിക് പ്രോസസ് ഉണ്ട്, ഒരു ഐസോകോറിക് പ്രോസസ് ഉണ്ട്, ഒരു ഐസോബാറിക് പ്രോസസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇവൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കിയേ. ലിമിറ്റഡ് മാക്സിമം ടെമ്പറേച്ചർ, ഹൈ കംപ്രഷൻ റേഷ്യോ, കോൺസ്റ്റന്റ് വോള്യൂം ഹീറ്റ് അഡിഷൻ, നോ സ്പാർക്ക് പ്ലഗ് നീഡഡ്. അപ്പൊ അതില് എന്തായിരിക്കും? കോൺസ്റ്റന്റ് വോളിയം നോക്കിയേ. സി എന്താണ് ഓപ്ഷൻ വരുന്നത്? കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ എന്നാണ് പറയുന്നത്. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ആണോ? നമ്മളെ സൈക്കിളിൽ നോക്കിയേ. സൈക്കിൾ എന്താ വരുന്നത്? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ അല്ലേ. അപ്പൊ ഹീറ്റ് അഡിഷൻ എന്ന് പറയുമ്പോൾ എന്തിലായിരിക്കും? കോൺസ്റ്റന്റ് പ്രഷറിലാണ്. ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നതാണ് എന്തില്? കോൺസ്റ്റന്റ് വോളിയത്തിൽ വരുന്നത്. അപ്പൊ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ 2-stroke സൈക്കിൾ ഗിവ്സ് ഹൗ മെനി പവർ സ്ട്രോക്ക് കമ്പയർഡ് ടു 4-stroke എഞ്ചിൻ അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി തിയറിയിൽ പഠിച്ച കാര്യങ്ങളാണ്. എന്താണ് തിയറി പഠിച്ച കാര്യം? എന്താന്ന് നോക്കിയേ. നമുക്ക് 2-stroke എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു തവണ പിസ്റ്റൺ TDC മുതൽ BDC വരെ പോകണമെങ്കിൽ നമുക്ക് എത്രയായിരിക്കണം? ഈ ക്രാങ്ക് 180 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 4-stroke ആണെങ്കിൽ എത്രയായിരിക്കും? 4-stroke ആണെങ്കിൽ നമുക്ക് ക്രാങ്കിന് 2 റെവല്യൂഷൻ ആണ് വരുന്നത് ടു കംപ്ലീറ്റ് 4-stroke അല്ലെ. 2 റെവല്യൂഷൻ ആണ്. എത്ര പവർ സ്ട്രോക്ക് ആണ്? 1 പവർ സ്ട്രോക്ക് ആണ് വരുന്നത്. അതൊരു 2-stroke എഞ്ചിൻ ആണെങ്കിൽ എത്രയായിരിക്കും? 2-stroke ആണെങ്കിൽ എത്ര റെവല്യൂഷൻ മതി? 1 റെവല്യൂഷൻ മതി. എത്ര പവർ സ്ട്രോക്ക് ഉണ്ടാകും? 1 പവർ സ്ട്രോക്ക് വരും. 1 പവർ സ്ട്രോക്ക് വരുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്താണ്? 2-stroke എഞ്ചിൻ ഗീവ്സ് ഹൗ മെനി പവർ സ്ട്രോക്ക് ടു ഡബിൾ ആയിരിക്കും വരുന്നത്. ഡബിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ. ദ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ ഈസ് കോൾഡ് അല്ലെ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ എന്താ നോക്കിയേ മക്കളെ. ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? നമുക്കറിയാവുന്നതാണ്. ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ എന്ന് വിളിച്ചാൽ പറയുന്ന പേരാണ് എന്താ? മെക്കാനിക്കൽ എഫിഷ്യൻസി അല്ലെ. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാലാണ്